ഈസി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂ 2 ഏലക്കയും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഒരു മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ശകലം ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇതിപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുവാണേ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. ഇതിപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 മീഡിയം സൈസ് പൊട്ടാറ്റോ ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഈ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഒരു 2 മിനിറ്റോളം ഇത് ഈ മസാലയൊക്കെ ഒന്ന് ഈ പൊട്ടാറ്റോയിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കണം. പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്താൽ കറിക്ക് ഒരു പച്ച ചുവ വരും കേട്ടോ. അപ്പോൾ ഈ പൊട്ടാറ്റോ ഒക്കെ ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള അരപ്പരച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും പിന്നെ 10 മുഴുവൻ കുരുമുളക്. അപ്പം മുഴുവൻ കുരുമുളക് ഇല്ലെങ്കിൽ 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ചേർത്താലും മതി കേട്ടോ. ഇത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരാവേ. ഇതിപ്പം നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആദ്യം 1/2 കപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പക്ഷേ കറി ഭയങ്കര കുറുകിയായിരുന്നേ. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് കൂടെ ചേർത്തു. അപ്പം ഞാൻ മൊത്തത്തിൽ ഈ സമയത്ത് 1 കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ചേർത്തൊക്കെ കൊടുക്കണേ. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഇതിനകത്ത് കിടന്നൊന്ന് ചൂടാവണം. ഒരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഇതിപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ലതായിട്ട് ചൂടായി. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് താളിച്ചിടാൻ പോവാം കേട്ടോ. അപ്പം നമ്മളുടെ പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.